ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മതം ഉപേക്ഷിക്കുന്നത് ഇസ്ലാമിൽ നിന്നാണ്. ഏറ്റവും പുതിയ സെൻസസും പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യമായ ഇറാനിലൊക്കെ ഏതാണ്ട് 64% ആളുകളും നിരീശ്വരവാദികളാണ്. അവർക്ക് ഇസ്ലാമിൽ വിശ്വാസമേ ഇല്ലാത്തവരാണ്. ഇക്കഴിഞ്ഞ ദിവസം ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഒരു പെൺകുട്ടി അർദ്ധനഗ്നയായി പ്രതിഷേധിച്ചു. പിന്നീട് ആ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞു. ആ പെൺകുട്ടി പിന്നീട് ജയിലിലാണ് എന്ന റിപ്പോർട്ടുകൾ വന്നു. എന്നിട്ട് പോലും ഭയമില്ലാതെ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി പൊരുതാൻ യാതൊരു മടിയുമില്ലാത്ത വിഭാഗം മഹ്സാമിനി എന്ന 22കാരിയുടെ നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങി ഒരുപാട് ആളുകൾക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു. എന്നിട്ട് പോലും അപകടകരമായ ഈ ആശയത്തിൽ നിന്നും പുറത്തു വന്നാൽ ഉണ്ടാകാവുന്ന ഒറ്റപ്പെടലുകളും പള്ളികളിൽ നിന്നുമുള്ള ഭ്രഷ്ടുകൾ, കുടുംബം, സമൂഹം എല്ലാം സഹിച്ച് പണ്ടത്തെ പോലെ മരിച്ചാൽ പള്ളിയിൽ കബറടക്കത്തില്ല എന്ന് ഭയന്ന് മതമുപേക്ഷിക്കാൻ ഭയന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് ആർക്കും ഭയമില്ല. കാരണം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അത് സ്വാർത്ഥ താല്പര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നവർക്ക് പറ്റും. എല്ലാവർക്കും അത് പറ്റില്ല. അപ്പൊ ഇസ്ലാമിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രാകൃതമായ മതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ലോകത്ത് വളരെ കുറച്ച് പേര് മാത്രം ഇസ്ലാമിൽ ചേർന്നാൽ മുസ്ലിങ്ങൾക്കത് ഭയങ്കരമായ ആഘോഷമാണ്. 70 ലക്ഷം മുസ്ലിങ്ങൾ ഓരോ വർഷവും ഇസ്ലാം മതം വിടുന്നതിനെ പറ്റി അവർക്ക് ആർക്കും ആകുലതകളില്ലേ? അവർ സംസാരിക്കാറുണ്ട് പലപ്പോഴും. എന്നാലും ഇസ്ലാമിലേക്ക് ആരെങ്കിലും വന്നാൽ ഉണ്ണികൃഷ്ണൻ അബ്ദുറഹ്മാനായി, കൃഷ്ണൻകുട്ടി ദാ അനസുകുട്ടനായി വലിയ രൂപത്തിൽ വാർത്തയാണ്. അവരെ കൊണ്ട് വീഡിയോ ഇടിപ്പിച്ച്, അവരെ കൊണ്ട് ഓരോന്ന് ചോദിപ്പിച്ച് പറയിപ്പിച്ച് അങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. വിക്കിപീഡിയയില് ലിവിങ് ഇസ്ലാം കണ്ടില്ലേ? എത്ര പേരാണ് ഇസ്ലാമിൽ നിന്ന് ലീവ് ചെയ്യുന്നത് നോക്ക്. ദിസ് ആർട്ടിക്കിൾ ഈസ് അബൌട്ട് ദി ബുക്ക് ഫോർ ദി ആക്ട് ഓഫ് ലിവിങ് ദി ഇസ്ലാമിക് റിലീജിയൻ, സി അപ്പോസ്റ്റസി ഇൻ ഇസ്ലാം. ലിവിങ് ഇസ്ലാം, അപ്പോസ്റ്റേറ്റ് to speak out is a 2003 book authorized and edited by ex-Muslim and secularist Ibn Warraq. The researches and documents cases of apostasy in Islam. It also contains a collection of essays by ex-Muslims recounting their own experience in living the Islamic religion. Living Islam. ആ പുസ്തകം നോക്കി, ഇബ്നു വറാഖ് എഴുതിയതാ. ഓരോ വർഷവും 70 ലക്ഷം മുസ്ലിങ്ങളാണ് ഇസ്ലാം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഈ മതത്തിൽ നിൽക്കാത്തത് എന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇസ്ലാമിന്റെ 6-ാം നൂറ്റാണ്ടിലെ ആശയം ഇന്ന് തലച്ചോറുള്ളവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ബുദ്ധിയും യുക്തിയുമുള്ള ചിന്തിക്കുന്ന തലമുറയ്ക്ക് അതിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് ഇസ്ലാം ലോകത്ത് നിന്ന് തകർത്ത് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു. ലോകത്തെ പ്രശസ്ത ഇസ്ലാം മത പ്രഭാഷകരും ദഅ്വാ പ്രവർത്തകരുമൊക്കെ വളരെ വേദനയോടുകൂടി പലപ്പോഴും ഇക്കാര്യം ശരിവെക്കുന്നുമുണ്ട്. ഓരോ വർഷത്തിലും 70 ലക്ഷം യുവതലമുറയ്ക്ക് വെളിവ് വീഴുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 70 ലക്ഷം ആളുകളും അവനവന്റെ ബോധ്യങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ ഒരാളിൽ നിന്നും ഒരാളെങ്കിലും ഉൾക്കൊള്ളാതിരിക്കുമോ? അങ്ങനെ വരുമ്പോൾ അടുത്ത വർഷമാകുമ്പോൾ അതിൻ്റെ ഇരട്ടിയായി മാറുന്നു. ചില വെളിപ്പെടുത്തലുകൾ നോക്കിക്കോ.
This is how some of our youth feel. Research has shown that over 100,000 Muslims leave Islam every single year. Our youth are full of doubts and nobody's answering their questions. Something that is so severe, so serious, that almost every single day. എഴുതിയും കൂടി കാണിക്കുന്നുണ്ട്. പറയുന്നത് കുറച്ച് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിച്ചു തരാം. This is how some of our youth feel. Research has shown that over 100,000 Muslims leave Islam every single year. Our youth are full of doubts and nobody's answering their questions. Something that is so severe, so serious, that almost every single day I deal with it. And that is Muslim youth leaving Islam. 24% of Muslim youth are leaving Islam. Is about to become apostate. Your child is about to become apostate. In America, this is the last thing. 23% are becoming apostates of Muslims, American-born Muslims. Wallahi. So one of the more shocking things that I have experienced over the course of those years are the number of young boys and girls aged between 13 to 18 who have openly declared their apostasy to me. And I'm talking within the hundreds. However, at the same time, they have also declared to me that they are Hufad, they are Hafiz of the Quran. They are leading prayer to the masjid, and they are still leading that life, while simultaneously declaring their apostasy. Now, of course, they're not open about it. Why aren't they talking to their parents? Why aren't they talking to the imams, their sheikh, the scholars? And the same answer, I get the same answer from every single one of them. They're scared to tell their parents. They're scared to tell the imam. They're scared to tell the sheikh. They're scared to tell their scholars. They're scared to be shamed. And they feel as though even when they give clues, the first reaction is either anger or isolation. Wallahi, some people have been calling me and giving me some emails. Brother, I have doubts. What doubts, man? What embarrassment is that? Why you have doubts? Why? Get the hell out of here! Get the hell out of here! And these weak Muslims in the West, sending me emails and this, I'm using my face and I'm a Hafiz. I'm using, get the hell out! You are never a strong believer in the first place, you weakling. It is rare that you would find back home a young man or a young woman addressing their parents, their family, and telling them, I don't believe in Allah. I don't believe that Muhammad sallallahu alaihi wasallam was a messenger of Allah. I don't believe that the Quran is a book of revelation. That is unthinkable. That is the unthinkable. It is happening. It is happening continuously. Do you know what's going to happen? We're going to be eaten out from outside. We're talking about, you know what I'm trying to say, how to, it's not a leather sock, yes, a leather sock. Who cares if it's a leather sock or not, man? Your child is going to become an apostate. And you're talking about if it's a leather sock. How dare you, man? It's a leather sock, you know. Shut up. No, shut up. What the hell, man? In America, this is the last thing. 23% are becoming apostates of Muslims, American-born Muslims. Wallahi, the priorities are our preservation. It is happening. ഇവരെല്ലാവരും ആശങ്കപ്പെടുന്നതും ആകുലപ്പെടുന്നതും യുവതലമുറ ഖുർആനെ വിശ്വസിക്കുന്നില്ല, പ്രവാചകനെ അംഗീകരിക്കുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിക്കാനും അത്ഭുതങ്ങളിൽ വിശ്വസിക്കാനും അവർ തയ്യാറല്ല. മരണശേഷം ഇനി ഒരു ജീവിതമുണ്ടെന്നും നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന എല്ലാത്തിനെയും സംബന്ധിച്ചും ചോദ്യം ചെയ്യുമെന്നും വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. യുവതലമുറ ചിന്തിച്ചു തുടങ്ങുന്നു. ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. മനുഷ്യനെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്താൻ ഇവിടെ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടാകണ്ടേ. നന്ദി.